You are watching TV Next. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചു. സൗജന്യയാത്ര ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. പാറശാലയിൽ സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി നിർവഹിച്ചു. ഇന്ന് കേരള ചരിത്രത്തിന്റെ ഒരു സുപ്രധാന നിമിഷത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സാമൂഹ്യ ചരിത്രത്തിന്റെ മുന്നേറ്റങ്ങളുടെ ഭാഗമായി ഇന്നത്തെ ദിനവും നമുക്ക് എഴുതി ചേർക്കാൻ കഴിയുന്ന ഒരു ദിനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി 8:30 ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അതിനുശേഷം നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ഉള്ള ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ തീരുമാനമെടുത്ത് ഇന്ന് ഈ കേരളത്തിലെ മുഴുവൻ ഡിപ്പോകളിൽ നിന്നും നമ്മുടെ വനിതാ സഹോദരിമാർക്ക് 1 രൂപ കൊടുക്കാതെ കേരളം മുഴുവൻ യാത്ര ചെയ്യാവുന്ന ഒരു അടിയന്തരമായ ഒരു തീരുമാനമാണ്. മറ്റു പ്രതിപക്ഷ കക്ഷികളെയൊക്കെ വളരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത്. നമുക്കറിയാം, ഒരു നാട് സുരക്ഷിതമാകണമെങ്കിൽ, സന്തോഷമാകണമെങ്കിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ്. അത് സ്ത്രീ ശാക്തീകരണത്തിലൂടെ മാത്രമേ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഒരു മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ ശ്രീ VD സതീശൻ അദ്ദേഹത്തിൻ്റെ പുതിയ യാത്രയിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒരു വാക്ക് എന്ന് പറയുന്നത്, കൊടുത്ത ഒരു ഉറപ്പ് എന്ന് പറയുന്നത്, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ കയറാൻ നിങ്ങളൊരു അവസരം വന്നാൽ ഉറപ്പായി സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കും. ആ ഉറപ്പ് ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിനമാണ്. തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യമായി യാത്ര ചെയ്യാം. യാത്ര അനുവദിക്കുന്ന ബസ്സുകളുടെ മുന്നിലും വശങ്ങളിലും പ്രത്യേകം സ്റ്റിക്കർ പതിക്കും. 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുക. ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ 0 ടിക്കറ്റ് നിർബന്ധമായും എടുക്കണം. സൗജന്യ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അതിന് 500 രൂപ പിഴ ഈടാക്കും. അനുവദനീയമായ പരിധിയിൽ കൂടുതൽ ലഗേജ് ഉണ്ടെങ്കിൽ അതിനും ടിക്കറ്റ് എടുക്കണം. 100% ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം UDF സർക്കാർ അധികാരത്തിൽ തരാൻ വേണ്ടി ഉള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളിൽ അന്ന് കോൺഗ്രസ് നേതാക്കൾ, ഐക്യജനാധിപത്യ മുന്നണി നേതാക്കൾക്ക് നേതൃത്വം കൊടുത്ത ശ്രീ VD സതീശൻ ഉൾപ്പെടെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ പറഞ്ഞത്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഐക്യജനാധിപത്യ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉറപ്പായി സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി വനിതകൾക്ക് ഫ്രീ യാത്ര നടപ്പിലാക്കും. അത് ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും UDF സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് 5 ഗ്യാരണ്ടികളും ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കും. ഒരു ഉറച്ച ഭരണം കേരളത്തിലുണ്ടാവും. ജനങ്ങളുടെ മനസ്സ് കവരുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും UDF സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.